സോ നമ്മുടെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 8 എന്ന് പറയും. എന്നാൽ ഈ 8-ാം അധ്യായം പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് വളരെ 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 നല്ലതാണ്. ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത്, എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്, ഏതൊക്കെ കാര്യങ്ങളാണ് ആ, നമ്മെ കൺവിക്ട് ചെയ്തത്, കൺവിൻസ്ഡ് ആയത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ ഏതൊക്കെ സുവിശേഷ സത്യങ്ങളാണ് നമ്മൾ കേട്ടത്, അതിൽ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അംശങ്ങളാണ്. സോ കാരണം ഞാൻ ബ്രീഫായിട്ട് ഇത് നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ബ്രീഫായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, so far we have seen the guilt of a non-religious man in chapter 1. ഒന്നാം അധ്യായത്തിൽ ഒരു മതമില്ലാത്ത വിശ്വാസികളല്ലാത്ത ജാതികളെ പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റി ഫീലിംഗ് ഓർ സിൻഫുൾ കണ്ടീഷൻ ബിഫോർ ഗാഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗിൽറ്റ് ഓഫ് എ റിലീജിയസ് പേഴ്സൺ, അതായത് 2-ാം അധ്യായത്തിൽ ഒരു മതവിശ്വാസി, റിലീജിയസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കാം, ഇല്ലെങ്കിൽ യഹൂദ്യനായിരിക്കാം. ക്രിസ്ത്യാനി എന്ന് പറയുന്ന, യഹൂദ്യൻ എന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു കുറ്റബോധം, ഗിൽറ്റ് ഫോർ ദിയർ സിൻഫുൾ കണ്ടീഷൻ ബിഫോർ ഗോഡ്, അതാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ 3-4 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ the wretched condition of human beings. So അത് മാത്രമല്ല, faith and forgiveness of sins നമുക്ക് 3-4 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യന്റെ പാപം കൊണ്ട് ഉണ്ടായ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയും, പിന്നെ വിശ്വാസവും പാപമോചനവും എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെയാണ് 3-4 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവവുമായുള്ള ഒരു ബന്ധവും നീതീകരണവും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് 5-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഓവർകമ്മിങ് സിൻ ഇൻ പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം, എങ്ങനെ ദൈവത്തെ സേവിക്കണം എന്നുള്ളതാണ്. സോ ഫ്രീഡം ഫ്രം legalism, which means freedom from a legalistic way of believing God and serving God. സോ അതിൽ നിന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്, ഫ്രീഡമിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് Romans chapter 1 to 7 are the preparation chapters. It prepares the person to chapter 8. ഇപ്പൊ നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, അത് ഒരു തയ്യാറെടുപ്പിന്റെ ഒരു അധ്യായങ്ങളാണ്. ഒരു മനുഷ്യനെ 8-ാം അധ്യായത്തിലുള്ള സത്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ 1 to 7 എന്ന് പറയുന്നത്. Chapter 8 talks about the life in the Holy Spirit, which is very 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 important. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിലുള്ള ജീവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ കൂടി ലഭിക്കുന്ന ആ ജീവൻ
വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ജീവനെ നേടാൻ വേണ്ടിയാണ് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഒരു മനുഷ്യനെ പ്രിപ്പയർ ചെയ്യുന്നത് സുവിശേഷത്തിന്റെ സത്യങ്ങളിൽ കൂടി. ഇപ്പോൾ 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആയിരിക്കണമെങ്കിൽ then we have to go through what to say. അതിലുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അനുസരിക്കണം. അപ്പോളെ ഈ 8-ാം അധ്യായത്തിന്റെ ഒരു സത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. If you have understood the gospel message mentioned in the chapters 1 to 7, and if you surrender yourself to the message or the truth of the gospel, then it will be easy for you to enter into the life mentioned in chapter 8. So, 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സുവിശേഷ സന്ദേശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കീഴടങ്ങി അനുസരിക്കുന്നുണ്ടെങ്കിൽ 8-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്നു ഈ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ച സത്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വചനം നമ്മൾ വായിച്ച 8-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. Therefore there is now no condemnation for those who are in Christ Jesus എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. So കാരണം this chapter begins with the phrase there is no condemnation for those who are in Christ Jesus. So ക്രിസ്തയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന വചനത്തോട് കൂടെയാണ് ഈ അധ്യായം അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുന്നത്. സോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ് എന്ന് ചോദിച്ചാൽ, the Holy Spirit, actually in the chapter 8, Apostle Paul is talking about the Holy Spirit. The Holy Spirit did not come to condemn us. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നത് നമ്മെ കുറ്റം വിധിക്കാനാണ്. The Holy Spirit has come to convict the world in regard to sin, righteousness and judgment. So യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാം വചനത്തിൽ എന്താണ് യോഹന്നാൻ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കുറ്റം വിധിക്കും എന്നല്ല, ബോധം വരുത്തും. And when he comes, will convict the world about sin and about righteousness and about judgment എന്നാണ്. സോ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. Any spirit-filled preacher, any Holy Spirit-filled servant of God never preaches in a way people are condemned but convicted. ആത്മാവിൽ നിറഞ്ഞ ഒരു ദൈവദാസൻ, ആത്മാവിൽ നിറഞ്ഞ ഒരു പ്രീച്ചർ ഒരിക്കലും ആളുകളെ കുറ്റം വിധിച്ചുകൊണ്ട്
പ്രസംഗിക്കത്തില്ല, സംസാരിക്കത്തില്ല. കുറ്റം വിധിക്കുന്ന രീതിയിൽ ഒരിക്കലും പ്രസംഗിക്കത്തില്ല. ബട്ട് ഈ കൺവിക്സ് ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടി ജനങ്ങൾക്ക് ബോധം വരുത്തും. സോ ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അത് ബോധം വരുത്തുന്നതിന് പകരമായിട്ട് അത് കുറ്റം വിധിക്കുന്ന രീതിയിലായാൽ then we have to understand that that message is not from the Holy Spirit. That message is from the human spirit, his own spirit. So അതുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജ് കേട്ടിട്ട് കുറ്റബോധത്തോടെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഇഷ്ടം അല്ല. The Spirit of God came to you to show that you are accepted, not condemned. പരിശുദ്ധാത്മാവ് വന്നത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവ് വന്നത് നിങ്ങളെ ദൈവം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി. പരിശുദ്ധാത്മാവ് നിങ്ങളെ അംഗീകരിച്ചതിന്റെ ഒരു സൂചനയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ അംഗീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ബോധം വരുത്തും, സുബോധം വരുത്തും. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ the conviction is different from condemnation. ദയവായി ഓർക്കണം, കുറ്റം വിധിക്കുന്നതിൽ നിന്ന്, ശിക്ഷ വിധിക്കുന്നതിൽ നിന്ന് വ്യത്യാസമാണ് ബോധം വരുത്തുന്നത്. സോ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും കുറ്റം വിധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും ബോധം വരുത്തും. So അതുകൊണ്ട് conviction always gives us hope. The Holy Spirit's correction will show you that you should be more like Jesus Christ. പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമ്പോൾ അത് എപ്പോഴും നമുക്ക് പ്രത്യാശ നൽകുന്നു. ഒരു ഗിൽറ്റി ഫീലിംഗ് അല്ല കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമ്പോൾ നമ്മളിൽ പ്രത്യാശ ഉള്ളു. പരിശുദ്ധാത്മാവിന്റെ തിരുത്തൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു കറക്ഷൻ എപ്പോഴും നമ്മെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് കറക്റ്റ് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്സ് കൺവിക്ഷൻ ആൻഡ് കറക്ഷൻ, നോട്ട് കണ്ടംനേഷൻ. ബട്ട് കണ്ടംനേഷൻ ഓൾവേസ് മേക്സ് യു ടു ഫീൽ ദാറ്റ് യു ആർ യൂസ്ലെസ് ഓർ യു ആർ വർത്ത്ലെസ്. ഇപ്പൊ കണ്ടംനേഷൻ എന്താണ്, ശിക്ഷാവിധി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ശിക്ഷാവിധി ഇല്ലെങ്കിൽ കുറ്റം വിധിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത് എപ്പോഴും ഒരു മനുഷ്യനെ യൂസ്ലെസ് ആയിട്ട്, വർത്ത്ലെസ് ആയിട്ട് തോന്നിപ്പിക്കും. സോ അങ്ങനെ ഒരു തോന്നൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയല്ല ഈ ലോകത്തിൽ വന്നത്. The scripture says, for there is no condemnation for those who belong to Jesus Christ. So എന്താണ്, ഇപ്പോൾ ക്രിസ്തേശുവിൽ ഉള്ളവർക്ക്, യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക്, യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക്, ക്രിസ്തു ആരിൽ വസിക്കുന്നുണ്ടോ അവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. So don't let the devil condemn you, and don't let any preacher, any human being condemn you, or don't let your conscience condemn you. അതുകൊണ്ട് പിശാചു നിങ്ങളെ കുറ്റം വിധിക്കാൻ അനുവദിക്കരുത്. ആരെങ്കിലും ഒരു പ്രീച്ചറോ ഒരു ദൈവദാസനോ നിങ്ങളെ കുറ്റം വിധിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കാൻ അനുവദിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബട്ട് ഓപ്പൺ യുവർ സെൽഫ് ടു ദി ഹോളി സ്പിരിറ്റ്സ് കൺവിക്ഷൻ, ഫോർ വിച്ച് there will be hope.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ചെയ്യണം? ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ, ഓരോ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറന്നു കൊടുക്കണം. ആർക്കാണ്? പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ തുറന്നു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ബോധം വരുത്തും. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ബോധം വരുത്തുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകും. സോ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ്. സോ ആദ്യമായിട്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ 1-ാം വചനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രിസ്തയേശുവിൽ ഉള്ളവർക്ക് there is no condemnation, there is no ശിക്ഷാവിധി. So we have to be in Christ Jesus. ഇപ്പൊ ക്രിസ്തുവിൽ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ശിക്ഷാവിധി ഉണ്ടായിരിക്കും. 2-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 2-ാം വചനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. For the law of the Spirit of life in Christ Jesus has set you free from the law of sin and of death എന്നാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആരംഭത്തിൽ പലരും എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് നൽകുന്നത്. അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലുള്ള പോരാട്ടത്തിനെ നമ്മൾ അവസാനിപ്പിക്കണമെങ്കിൽ അതിന്റെ ഒരു സീക്രട്ട് ആണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ കുറിച്ച്, ഇല്ലെങ്കിൽ ദ ലോ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫിനെ കുറിച്ചാണ്. സോ നമുക്ക് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, in the book of Romans we could see different types of laws. സോ പല പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് ദ ലോ ഓഫ് സിൻ, പാപത്തിന്റെ പ്രമാണം. ദ ലോ ഓഫ് ഡെത്ത്, മരണത്തിന്റെ പ്രമാണം. വീണ്ടും 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, a different law and rule of action in the members of my body. ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ദ ലോ ഓഫ് മോസസ്, ന്യായപ്രമാണം. പിന്നെയാണ് ഇവിടെ പറയുന്നത് ദ ലോ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പോ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇവിടെ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പ്രമാണത്തിന്റെ അണ്ടറിലാണ് ജീവിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ഏത് പ്രമാണമാണ്? ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ അണ്ടറിലാണ്, ഏതെങ്കിലും ഒരു പ്രമാണത്തിന്റെ കൺട്രോളിലാണ്. എന്നാൽ ഏത് ലോയുടെ കൺട്രോളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? Is it the law of sin or the law of death or a different law, the law of Moses or the law of the spirit of life? സോ നമ്മളാണ് ആൻസർ പറയേണ്ടത്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നു, ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ടിയ ഒരു പ്രമാണം ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. For the law of the Spirit of life in Christ Jesus has set you free
from the law of sin and the law of death. See, even the Spirit of God also brings us into freedom. പരിശുദ്ധാത്മാവ് പോലും നമ്മുടെ ഉള്ളങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരും. ക്രിസ്തു മാത്രമല്ല, ഇവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കും. The Spirit of God also bring us into freedom. So സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. But Paul is particularly talking about two laws, the law of sin and the law of death. The law of sin leads us to death. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രണ്ട് പ്രമാണങ്ങളെ കുറിച്ചാണ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണം. എന്നാൽ പാപം ചെയ്യുന്നവരെല്ലാം മരിക്കണം. സോ പാപത്തിന്റെ പ്രമാണം മരണത്തിലേക്ക് നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. സോ ഉദാഹരണം, when a man is tempted, the law of sin in the members of his body operates. സോ അത് റോമർക്ക് എഴുതിയ ലേഖനം 7:23 നമുക്കത് കാണാൻ സാധിക്കും. 7:23 എന്താണ് പറയുന്നത്? എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നാണ് പറയുന്നത്. So അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കും. But I see a different law and rule of action in the members of my body, waging war against the law of my mind and subduing me and making me a prisoner of the law of sin which is within my members. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം എന്ന് ചോദിച്ചാൽ, ദ ലോ ഓഫ് സിൻ ഉണ്ടല്ലോ, പാപത്തിന്റെ പ്രമാണമുണ്ടല്ലോ, പാപത്തിന്റെ നിയമമുണ്ടല്ലോ, ആ നിയമത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ്? ദ ലോ ഓഫ് സിൻ ഈസ് ലൈക്ക് എ ലോ ഓഫ് ഗ്രാവിറ്റി. യു നോ ഹൗ ദ ലോ ഓഫ് ഗ്രാവിറ്റി ഓപ്പറേറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗുരുത്വാകർഷണം ഇല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റി ഈ ലോകത്തിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോ ഓഫ് ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. See, the law of gravity pulls you down, drags you down continuously. അപ്പൊ ഈ ലോ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും 24/7 365 days in a year എപ്പോഴും ഉള്ളത് കൊണ്ട് അതെപ്പോഴും നമ്മളെ പുൾ ചെയ്തോണ്ടിരിക്കും, താഴേക്ക് വലിച്ചോണ്ടിരിക്കും. അപ്പൊ അതാണ് ലോ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും അത് താഴേക്കാണ് മനുഷ്യനെ വലിച്ചോണ്ടിരിക്കുന്നത്. എന്നാൽ ഓവർകമ്മിങ് സിൻ ഈസ് ലൈക്ക് ഓവർകമ്മിങ് ലോ ഓഫ് ഗ്രാവിറ്റി. ഇപ്പൊ പാപത്തിന്റെ പ്രമാണത്തെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ, ഓവർകം ചെയ്യണമെങ്കിൽ അത് ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ, ഗുരുത്വാകർഷണ നിയമമുണ്ടല്ലോ, അത് ഉണ്ടെങ്കിലും അതിപ്പോഴും ഉണ്ട്, എന്നാൽ നമ്മൾ അതിനെ അതിജീവിക്കുന്നുണ്ട്. ലോ ഓഫ് ഗ്രാവിറ്റി ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് കൺട്രോൾഡ് ബൈ ഇറ്റ്. അതിന്റെ പുല്ലിംഗ് പവർ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ആർ ഓവർകമ്മിങ് ഇറ്റ്സ് പവർ. സോ അതാണ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ലോ ഓഫ് ഗ്രാവിറ്റിയെ, ഈ ഗ്രാവിറ്റി, പവർ ഓഫ് ഗ്രാവിറ്റിയെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഈ
ലോ ഓഫ് സിൻ ഉണ്ടല്ലോ, പാപത്തിന്റെ പ്രമാണം, അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ഇഫ് യു ആർ ഓവർകമ്മിങ് ദ ലോ ഓഫ് ഗ്രാവിറ്റി, ദെൻ യു ക്യാൻ ഓവർകം ദ ലോ ഓഫ് സിൻ. സോ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പക്ഷി മനസ്സിലാക്കണം. സോ ലെറ്റ് us consider a bird. And you know how it flies in the sky. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷി ആകാശത്തിൽ എങ്ങനെയാണ് പറക്കുന്നത്. സോ നമുക്കറിയാം, while flying, do you think the power of gravity operates on the bird or doesn't operate? ആ ഒരു പക്ഷി ആകാശത്തിൽ പറക്കുമ്പോൾ ഈ പവർ ഓഫ് ഗ്രാവിറ്റി അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ പവർ ഓഫ് ഗ്രാവിറ്റി ആ പക്ഷിയെ താഴേക്ക് വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയും. എന്നാൽ ആ പക്ഷി ആകാശത്തിൽ പറക്കുമ്പോഴും ദ പവർ ഓഫ് ഗ്രാവിറ്റി, ദ ലോ ഓഫ് ഗ്രാവിറ്റി അതിനെ പുൾ ചെയ്തുകൊണ്ടിരിക്കും. യെറ്റ് എന്താണ് സംഭവിക്കുന്നത്? The power of gravity operates on the bird, yet it flies. ആ പവർ ഓഫ് ഗ്രാവിറ്റി അതിനെ പുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് സുഖമായിട്ട് ആ പക്ഷി ആകാശത്തിൽ പറക്കും. How it flies. അതെങ്ങനെയാണ് പറക്കുന്നത്? It flies because of another law. That law lifts the bird up. അതായത് ഈ ഗ്രാവിറ്റി പവർ ഉണ്ടെങ്കിലും ആ പക്ഷി പറക്കുന്നത് വേറെ ഒരു നിയമത്തിന്റെ കൺട്രോളിലാണ്, വേറെ ഒരു നിയമത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പവർ ഓഫ് ഗ്രാവിറ്റി പുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ പക്ഷി പറക്കുന്നത്. സോ അനദർ ലോ lifts the bird up. That law doesn't allow the bird to fall to the ground. അപ്പൊ ആ നിയമം, ആ പ്രമാണം ആ പക്ഷിയെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത് മാത്രമല്ല, അത് താഴേക്ക് വീഴാത്ത രീതിയിൽ അത് ആ പക്ഷിയെ നയിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. And the same law which lifts the aeroplane to the sky. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫ്ലൈറ്റ്സ്, എയറോപ്ലെയിൻസ് എങ്ങനെയാണ് അത് അത്ര ഹ്യൂജ് ആയിട്ടുള്ള മെറ്റൽ ബേർഡ്, മെറ്റൽ വെസൽ എങ്ങനെയാണ് ആകാശത്തിൽ പറക്കുന്നത് എന്ന് ചോദിച്ചാൽ, സോ എയർപ്ലെയിൻ ഫ്ലൈസ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് എയറോഡൈനാമിക്സ്. അപ്പൊ എയറോഡൈനാമിക്സിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലെയിൻസ് എല്ലാം ആകാശത്തിൽ പറക്കുന്നത്. The law of aerodynamics conquers the law of gravity and makes the massive metal aircraft to go into the sky. അപ്പൊ അത്ര ഭാരമുള്ള എത്രയോ ടൺ കണക്കിന്, സോ 60-70 ടൺസ് അതിൽ കൂടുതലോ കാണുമായിരിക്കും. സോ അത്ര ടൺസ് ഭാരമുള്ള ഒരു പ്ലെയിൻ ഈ പവർ ഓഫ് ഗ്രാവിറ്റിയെ ഓവർകം ചെയ്തുകൊണ്ട് ആകാശത്തിൽ എങ്ങനെയാണ് അത് പറക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിന്റെ ഉള്ളിൽ ഒരു സെറ്റപ്പ് ഉണ്ട്. സോ അതിനെ ശക്തീകരിച്ച് ഈ പവർ ഓഫ് ഗ്രാവിറ്റിയെ ഓവർകം ചെയ്തുകൊണ്ട് ആകാശത്തിൽ പറക്കാൻ വേണ്ടി സഹായിക്കുന്ന എയറോഡൈനാമിക് ലോ. So this aerodynamic law, this is the picture of the life of the Holy Spirit. But this is the picture of the law of the life-giving spirit. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. This law of life in the spirit will not cease or will not eradicate the law of gravity. See, എയറോഡൈനാമിക് ആ ലോ ഉണ്ടല്ലോ, എയറോഡൈനാമിക് പവർ ഉണ്ടല്ലോ, ആ ഒരു പവർ ഒരിക്കലും
ഈ ഗ്രാവിറ്റി പവറിനെ ഇല്ലാതാക്കുന്നില്ല. പവർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അതിന്റെ മധ്യത്തിലും എയർപ്ലെയിൻ പറക്കുന്നുണ്ട്. അനദർ ലോ അനുസരിച്ചിട്ട് പക്ഷിയും പറക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റിന്റെ പവർ ഉണ്ടല്ലോ, അത് ഒരിക്കലും പാപത്തിന്റെ പ്രമാണത്തെ ഇല്ലാതാക്കുന്നില്ല. പാപത്തിന്റെ പ്രമാണം അവിടെ കടക്കുന്നുണ്ട്. അത് യേശുക്രിസ്തു വീണ്ടും വരുന്നത് വരെ പാപത്തിന്റെ പ്രമാണം, പാപത്തിന്റെ നിയമം ഈ ലോകത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അത് ഓപ്പറേറ്റ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. ബട്ട് അതിന്റെ മധ്യത്തിലും ഈ പാപത്തിന്റെ പ്രമാണത്തെ ഓവർകം ചെയ്ത് പറക്കാനും ജീവിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒരു നിയമമുണ്ട്. ആ നിയമമാണ് ലോ ഓഫ് ദി ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. So this law of life in the spirit will not cease or will not eradicate the law of gravity. Instead, it overcomes the law of gravity. So അതാണ് നമ്മളായിട്ട് മനസ്സിലാക്കി. അതായത് പാപം ലൈക്ക് ഗ്രാവിറ്റി, പവർ ഓഫ് ഗ്രാവിറ്റി നമ്മളെ എപ്പോഴും താഴേക്കാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾവേസ് പുൾസ് us down. അതിന്റെ മധ്യത്തിലും നമ്മൾ ആ ഒരു പവറിനെ ഓവർകം ചെയ്തുകൊണ്ട് പറക്കണമെങ്കിൽ then we have to come under another law in our Christian life. ഏതാണ് another law? Airplane comes under aerodynamic law. അതുകൊണ്ടാണ് അത് പറക്കുന്നത്. അതുപോലെ തന്നെ പക്ഷി അതിന് തുല്യമായിട്ടുള്ള ഒരു നിയമത്തിലേക്ക് അത് വരുന്നത് കൊണ്ടാണ് ഗ്രാവിറ്റി പവർ അതിനെ പുൾ ചെയ്യുമ്പോഴും അത് സുഖമായിട്ട് ആകാശത്തിൽ പറക്കും. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയും പാപത്തിന്റെ നിയമം നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ദൈവത്തമ്പുരാൻ നൽകിയിരിക്കുന്ന ഏകൈക നിയമം ഓർ ലോ ഓർ പ്രമാണം എന്ന് പറയുന്നത് the life-giving Holy Spirit, the law of life-giving Holy Spirit. അപ്പൊ ആ നിയമത്തിന്റെ ലൈഫ് ഇൻ ദ ഹോളി സ്പിരിറ്റിന്റെ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ പാപത്തിന്മേൽ ജയം നേടാനും പാപത്തെ ഓവർകം ചെയ്യാനും നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഒരു കാര്യം ഇതിൽ കൂടി മനസ്സിലാക്കണം. എന്താണ് എന്ന് ചോദിച്ചാൽ, so one more thing we have to learn from this example, that is the moment the flying bird dies in the sky, what happens? ഇപ്പോൾ പക്ഷി ഇങ്ങനെ ആകാശത്തിൽ പറക്കുന്നുണ്ട്. ഈ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷി ആ പറക്കുന്ന സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് ആയി വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി അത് ആകാശത്തിൽ പറക്കുമ്പോൾ തന്നെ മരിച്ചാൽ എന്തോ സംഭവിക്കും? So മരിച്ച ഉടനെ it falls to the ground because the power of gravity pulls it down. So that dead bird pulled by the law of gravity, immediately the law of gravity pulls into the ground. ഇപ്പൊ ഉടനെ ആ ചത്ത ഉടനെ ഈ ഗ്രാവിറ്റി എന്താണ് ചെയ്യുന്നത്? പറക്കുന്ന ആകാശത്തിൽ കടക്കുന്ന പക്ഷെ താഴേക്ക് വലിച്ചിടുന്നു. So it is the life that makes the bird to fly. So ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ പക്ഷി പറക്കുന്നു കാരണം അതിൽ ജീവൻ ഉണ്ട്. ജീവൻ. ആ പക്ഷി ലോ ഓഫ് ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യുന്നു കാരണം അതിൽ ജീവൻ ഉണ്ട്. ജീവൻ. It is the life that makes the bird to overcome the law of gravity. ഇപ്പൊ പക്ഷിയുടെ ഉള്ളിലുള്ള ജീവനാണ് ഈ ലോ ഓഫ് ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യാൻ അതിനെ ശക്തീകരിക്കുന്നത്, സഹായിക്കുന്നത്. So in the same way, the moment a person begins to live a life in the Holy Spirit, immediately he conquers
the law of sin that leads to death. He overcomes the law of sin. സോ ഒരു മനുഷ്യൻ അതുപോലെ തന്നെ എപ്പോൾ ജീവനെ ഉത്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിലേക്ക് അവൻ വരുന്നു, ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു, എപ്പോൾ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് അവനിൽ ജീവനെ ഉത്പാദിപ്പിക്കുന്നു, അപ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ഈ പാപത്തിന്റെ നിയമത്തെ കോൺകർ ചെയ്യാൻ, ഓവർകം ചെയ്യാൻ സാധിക്കും. ഈ മരണത്തിന്റെ നിയമത്തെ, മരണത്തിന്റെ പ്രമാണത്തെ ഓവർകം ചെയ്യാൻ സാധിക്കും. So as long as the aeroplane submits to the law of aerodynamics, the gravity has no power over it. സോ എപ്പോൾ ഒരു എയർപ്ലെയിൻ അത്ര മാസീവ് ആയിട്ടുള്ള വെരി ലാർജ് വെസൽ ഈ എയറോഡൈനമിക് നിയമത്തിന്, പ്രമാണത്തിന് കീഴടങ്ങുന്നു, അപ്പോഴാണ് ഈ പവർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് സമ്പൂർണമായിട്ട് ഫ്രീഡം അതിന് ലഭിക്കും. അത് തൻ്റെതായ രീതിയിൽ അത് പറക്കും. എന്നാൽ ആ നിയമത്തിന് അധീനമായില്ലെങ്കിൽ അതിന് പറക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആസ് ലോങ് ആസ് ദ ബേർഡ് സബ്മിറ്റ്സ് ടു ദ ലോ ഓഫ് ഫ്ലൈറ്റ്, ദ ലോ ഓഫ് ഗ്രാവിറ്റി ഹാസ് നോ പവർ ഓവർ ഇറ്റ്. അതുപോലെ തന്നെ പക്ഷിയും അതേ രീതിയിലാണ്. ആസ് ലോങ് ആസ് യു ആൻഡ് ഐ സബ്മിറ്റ് ടു ദ ലോ ഓഫ് ദി ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, then the law of sin and the law of death have no power over you and me. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സോ അതായത് എപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്തിന്, ജീവൻ നൽകുന്ന, ജീവനെ ഉത്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയമത്തിന് നമ്മൾ കീഴടങ്ങി ജീവിക്കുമോ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമോ, ആ ജീവൻ കൊണ്ട്, ആ ജീവന്റെ ശക്തി കൊണ്ട് മാത്രമേ ഒരാൾക്ക് പാപത്തിന്റെ പ്രമാണത്തെയും മരണത്തിന്റെ പ്രമാണത്തെയും മറികടക്കാനും ജയിക്കാനും ഓവർകം ചെയ്യാനും പറ്റും. അല്ലാതെ ഈ നിയമം നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ജീവന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ജീവനെ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ, then there is no possibility to overcome sin or law of sin or law of death. You cannot overcome devil, you cannot overcome Satan, you cannot overcome his power, you cannot overcome his temptations. കാരണം ഉള്ളിൽ ജീവനില്ല. സോ ഇതാണ് എന്നോട് പലരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, എങ്ങനെ നമ്മൾ പാപത്തെ ജയിക്കാൻ പറ്റും? പാപത്തെ ജയിക്കണമെങ്കിൽ വചനം വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. 2-ാം വചനം എന്താണ് പറയുന്നത്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, പവറിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ദ ലോ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, under which law we are leading our daily life. The law of the spirit of life ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിന്റെ കൺട്രോളിലാണ് ഈ ക്രിസ്തീയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇത് ഒരു അതിശയമായിട്ടുള്ള ഒരു സുവിശേഷമല്ലേ?
This is a wonderful and amazing gospel, isn't it? So സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സുവിശേഷം നമുക്ക് എവിടെ കിട്ടും? സോ ദൈവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു നിയമമുണ്ട്. അത് ജീവനെ ഉത്പാദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയമമാണ്. ആ നിയമത്തിൽ കൂടി മാത്രമേ നമുക്ക് പാപത്തിന്മേൽ ജയം നേടാൻ സാധിക്കൂ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ will this gospel message excites you or stimulates you? അപ്പൊ ഈ ഒരു സുവിശേഷം, ഈ ഒരു വിഷയം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സത്യം നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടോ, സന്തോഷിപ്പിക്കുന്നുണ്ടോ, ഒരു ആശ്വാസം നൽകുന്നുണ്ടോ, ഒരു പ്രത്യാശ നൽകുന്നുണ്ടോ? Will this message gives you hope? സോ നമുക്ക് പാപത്തെ ജയിക്കാനുള്ള എല്ലാ സാധ്യത ദൈവത്തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ബിലീഫ് വരുന്നുണ്ടോ? See, it is not just forgiveness of sins, but it is complete freedom from the law of sin and death. ഇത് നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളെ ക്ഷമിക്കുന്നത് മാത്രമല്ല, എന്നാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാൽവേഷനാണ്, ഒരു ഫ്രീഡമാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് സമ്പൂർണമായിട്ടുള്ള ഒരു രക്ഷ. Now the law of the Holy Spirit is so different from the Old Testament law. ന്യായപ്രമാണമുണ്ടല്ലോ, ന്യായപ്രമാണത്തെ കാറ്റിലും പഴയ നിയമത്തെ കാറ്റിലും വളരെ വ്യത്യാസമുള്ളതാണ്, യൂണിക് ആയിട്ടുള്ളതാണ് the law of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത്. എന്താണ് ഒരു വ്യത്യാസം? എന്താണ് ഒരു യൂണിക്നെസ് എന്ന് ചോദിച്ചാൽ, ഓൾഡ് ടെസ്റ്റമെന്റ് ലോ വാസ് എ ലിസ്റ്റ് ഓഫ് കമാൻഡ്മെന്റ്സ്. പഴയ നിയമത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ന്യായപ്രമാണത്തിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ കുറെ ലിസ്റ്റ് ഉണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളുടെ ഒരു ലിസ്റ്റ് മാത്രം. ഓൾഡ് ടെസ്റ്റമെന്റ് ലോസ് ബ്രോട്ട് കണ്ടംനേഷൻ, നോട്ട് ഗ്ലോറി. ഇപ്പൊ പഴയ നിയമത്തിന്റെ ഈ കൽപ്പനകളും ന്യായപ്രമാണം ഒരു കുറ്റബോധമാണ് അത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു മഹത്വം നമുക്കൊരിക്കലും അത് കൊണ്ടു തന്നിട്ടില്ല. സോ Old Testament laws did not bring deliverance from sin's power. They merely pointed out sin. ന്യായപ്രമാണത്തിൽ കൂടി പാപം എന്താണ് എന്ന് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത് പാപം, ഇന്നത് പാപമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ന്യായപ്രമാണത്തിൽ കൂടി നമുക്ക് ഈ പാപങ്ങളിൽ നിന്നുള്ള രക്ഷ, ഈ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു, രക്ഷപ്പെടാനുള്ള ഒരു ശക്തി നമുക്ക് ന്യായപ്രമാണത്തിൽ കൂടി ലഭിച്ചിട്ടില്ല, ലഭിക്കത്തുമില്ല. Old Testament laws or commandments were written exactly on the tablets of stone. സോ അതായത് പഴയ നിയമത്തിന്റെ കൽപ്പനകൾ ഇല്ലെങ്കിൽ ന്യായപ്രമാണം കല്ലിന്റെ സ്റ്റോൺ ടാബ്ലറ്റ്സിന്റെ മുകളിൽ മാത്രമാണ് എഴുതിയത്. എന്നാൽ the law of the Holy Spirit expressed in this simple phrase in Romans 8:2 എന്താണ്? Life in Christ Jesus or life in the Holy Spirit. ജീവന്റെ ക്രിസ്തുവിന്റെ പ്രമാണം ഇല്ലെങ്കിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നുള്ളതുണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു പഴയ നിയമത്തെ സ്റ്റോൺ ടാബ്ലറ്റ്സിൽ എഴുതിയതുപോലെ അല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ അത് പ്രവർത്തിക്കുന്ന ഒരു പ്രമാണമാണ്. സോ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലൈഫ് ഇൻ ദ ബേർഡ് മേക്സ് ഇറ്റ് ഫ്ലൈ. The moment life ceases, then the gravity takes over. The Holy Spirit has come to give us life or produce life of Jesus Christ in us. ഒരു പക്ഷി ആകാശത്തിൽ പറക്കുന്ന സമയത്ത് അത് മരിച്ചാൽ ഉടനെ
അത് താഴേക്ക് വീഴും. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് പവർ ഓഫ് ഗ്രാവിറ്റിയുടെ കൺട്രോളിലേക്ക് വരും. സോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നത് ജീവൻ നൽകാൻ വേണ്ടിയാണ്. സോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവൻ യേശു ക്രിസ്തു തന്നെ എന്താണ് പറയുന്നത്? ജീസസ് ക്രൈസ്റ്റ് has come to give us life, that is abundant life, and that is eternal life. യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിൽ വന്നത് ജീവൻ നൽകുവാൻ, അത് സമൃദ്ധിയായിട്ട് നൽകുവാൻ വേണ്ടിയാണ്. ആ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനാണ്. So if you have life, you will overcome sin. If you don't have life, then you will not overcome sin. അപ്പൊ ജീവനാണ് പ്രധാനം. ഉള്ളിൽ ഈ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റും. ഉള്ളിൽ ഈ ജീവൻ ഇല്ലെങ്കിൽ, so we always live till our death with guilty feeling. ഒരു ഗിൽറ്റി ഫീലിംഗ് എപ്പോഴും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. So അതാണ് the law of the life-giving spirit is not in rules and regulations. So ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് കുറച്ച് റൂൾസ് റെഗുലേഷൻസിൽ കൂടി ഒതുങ്ങുന്നതല്ല. സോ കാരണം പഴയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. സോ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അവർ ഭയങ്കര ആത്മീയന്മാരാണെന്ന് കാണിക്കുന്നത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതിൽ കൂടിയാണ്. സോ many churches live by rules and regulations. Many Christians live by rules and regulations. A church can look trim and proper, so with a lot of rules and regulations, but that is not God's way. So rules and regulations follow ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും അത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, നല്ലതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന്. എന്നാൽ ദൈവത്തിന്റെ വഴി അതല്ല. God's way is by giving us the life that has power to overcome the sin. അപ്പൊ ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവം God will give us the life which has power to overcome sin. ദൈവം നൽകുന്ന ജീവൻ കൊണ്ട് നമ്മൾ ജീവിക്കണം. റൂൾസ് റെഗുലേഷൻസ് കൊണ്ടല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവൻ കൊണ്ടാണ്. ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസ് റെഗുലേഷൻസ് കൊണ്ടല്ല. So that life gives the power to overcome sin. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ അവിടെ പാപം വർദ്ധിച്ചു വരുന്നുണ്ട്, കറപ്ഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം എന്താണ്? they have no power. എങ്ങനെയുള്ള പവർ ആണ്? the life that gives power to overcome sin. അങ്ങനെയുള്ള ജീവൻ അവരുടെ മധ്യത്തിലില്ല. അവരുടെ മധ്യത്തിലുള്ളത് പ്രമാണങ്ങൾ മാത്രമാണ്, റൂൾസ് ആണ്, റെഗുലേഷൻസ് ആണ്. They're very good in following those rules and regulations, but yet you see their condition of their life. They are defeated by sin. So life is important. So that life is the life of Jesus Christ himself. So യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ when Jesus walked on the earth, this life manifested in him. So എങ്ങനെയുള്ള ലൈഫാണ് മാനിഫെസ്റ്റ് ചെയ്തത് യേശു ക്രിസ്തു? The life Jesus had was the very life of God. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് ദൈവത്തിന്റെ ജീവൻ കൊണ്ടാണ്. And that life could overcome sin without any problem. ദൈവത്തിന്റെ ജീവൻ ക്രിസ്തുവിൽ ഉണ്ടായതുകൊണ്ട് യേശു ക്രിസ്തു സുഖമായിട്ട് പാപത്തെ അതിജീവിച്ചു. സോ അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു പാപവും ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിച്ചത്. When this life comes into us, then we will be capable of overcoming sin as Jesus did. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവൻ എന്നിൽ വരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വരുമ്പോൾ, then I will have ability
to overcome sin. So Jesus never sinned, and he gives us the same life. So when I have the life of Jesus, then definitely I will overcome sin. So that is the life that the Holy Spirit desires to produce in us. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:5 വായിക്കുമ്പോൾ ഗലാത്യർ 5:25 5:25 പറയുന്നത്, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. If we live by the Holy Spirit, we must also walk by the Holy Spirit. എന്താണ് ഇവിടെ പറയുന്നത്? We should not live by the law, or we should not walk by the law. We should not live by the set of rules and regulations, or we should not walk by the set of rules and regulations, because we live by the Holy Spirit. We walk by the Holy Spirit. സോ നിയമങ്ങളെ കൊണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയല്ല നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്, സോ വി ഷുഡ് live by the Holy Spirit and we should walk by the Holy Spirit. If you are not living by the Holy Spirit or walk by the Holy Spirit, then you need the law. Then you need the set of rules and regulations. അപ്പൊ ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർക്ക് വേണ്ടിയാണ്? ന്യായപ്രമാണം ആർക്ക് വേണ്ടിയാണ്? ആത്മാവിൽ നാം ജീവിക്കുന്നില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. അപ്പൊ ആത്മാവിൽ ജീവിക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാത്തവർക്കാണ് ഈ ന്യായപ്രമാണങ്ങൾ വേണ്ടിയത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണ്ടിയത്. സോ ഒരു ഉദാഹരണം, ഇറ്റ് ഈസ് ലൈക്ക് എ പിഗ് കൺട്രോൾഡ് ബൈ 10 chains. ഇത് ഒരു പന്നിയെ ഈ 10 ചെയിൻ കൊണ്ട് കെട്ടിയിട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ചെയിൻസ് എന്ന് പറയുന്നത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, ലോ ആണ്. അപ്പൊ ഈ ചെയിനിനെ നമ്മൾ ഇച്ചിരി ലൂസ് ആയിട്ട് വിടുമ്പോൾ പന്നി എന്തോ ചെയ്യും? പോയി ചെടിയിൽ പോയി കടക്കും. അപ്പൊ അത് ചെടിയിൽ പോയി കടക്കാതിരിക്കണമെങ്കിൽ ഈ ചെയിന് നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കണം. അപ്പൊ ചെയിൻ ഉള്ളിടത്തോളം പന്നി ക്ലീൻ ആയിരിക്കും, ചെയിൻ ഇല്ലെങ്കിൽ പന്നി അഴുക്കാണ്. സോ ദാറ്റ് ഈസ് ദ ലൈഫ് ദോസ് ഹു ആർ ലീഡിങ് by following the rules and regulations of the law. So ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതമല്ല. Those who are led by the Spirit do not need the law, but those who are not led by the Spirit, they need the law. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവൻ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. So there are 10 commandments in the New Testament. There are commandments in the New Testament, but those commandments are guidelines. So നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൽപ്പനകളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിന്റെ കൽപ്പനകളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് കമാൻഡ്മെന്റ്സ് മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ എന്നാണ്. എന്നാൽ ആ ഒരു കൽപ്പനകളെ, ആ ഒരു ഗൈഡ് ലൈൻസിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? സോ എന്നാൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അനുസരിക്കാൻ പറ്റുന്നില്ല. വി കാൻറ്റ് കീപ് ദം. So we can't keep any commandment, any guideline given by the Lord Jesus Christ apart from the life of Jesus Christ. ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിസ്തുവിന്റെ ജീവൻ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു കൽപ്പനയും അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കും. So for example, you read the Sermon on the Mount. സോ എന്താണ് അവിടെ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഡു യു തിങ്ക് ദാറ്റ് യു ക്യാൻ കീപ് ദോസ് കമാൻഡ്മെന്റ്സ് ഓർ ഗൈഡ് ലൈൻസ് ഇൻ യുവർ ലൈഫ്? ആ കൽപ്പനകളെ നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ?
Actually, men under the old covenant could not keep 10 commandments, especially the 10th commandment. എന്താണ് ഡു നോട്ട് ലസ്റ്റ് എന്നുള്ള ഒരു കൽപ്പന അവർക്ക് ജീവിക്കാൻ സാധിച്ചു. ഓൾഡ് ടെസ്റ്റമെന്റ് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ എല്ലാവരും ഫെയിൽഡ് ആണ്. Everybody failed to keep the 10th commandment. So if you want to keep the commandments or guidelines of the Sermon on the Mount, then you need the life of Jesus Christ. That life is produced by the Holy Spirit. So അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സോ യേശു ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം നമുക്ക് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ടൈം ആയതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാം. സോ കാരണം അടുത്ത വചനം വായിക്കുമ്പോൾ അത് വീണ്ടും ഒരു നമ്മുടെ സംശയത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കിട്ടും. മൂന്നാം വചനം വായിക്കുമ്പോൾ അത് നിങ്ങൾ നെക്സ്റ്റ് വരുമ്പോൾ അത് വായിച്ചുകൊണ്ട് വന്നാൽ നല്ലതായിരിക്കും. സോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയുമാണ്. സോ യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. There is no condemnation those who are in Christ Jesus. രണ്ടാമതായിട്ടും ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ജീവനെ ഉത്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയമത്തിന്റെ കൺട്രോളിൽ ഉണ്ടോ, അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ പ്രമാണത്തിനും മരണത്തിന്റെ പ്രമാണത്തിനും യാതൊരു അധികാരവും ഇല്ല. So if you want to overcome sin in your life, if you want to defeat sin in your life, if you want to defeat Satan in your life, if you want to overcome every temptation in your life, then kindly you come under the law of the Holy Spirit. പ്രാർത്ഥിക്കുക, ദൈവമേ എന്നിൽ പരിശുദ്ധാത്മാവെ നിന്റെ ജീവനെ ഉത്പാദിപ്പിക്കണേ. ആ ജീവന്റെ നിയമ പ്രമാണത്തിന്റെ കൺട്രോളിൽ ജീവിക്കുവാൻ നീ സഹായിക്കണേ. ക്രിസ്തുവിന്റെ ജീവന് എന്നിൽ ഉത്പാദിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ജീവനാണ് പ്രധാനം. അപ്പൊ ആ ജീവൻ ഇല്ലെങ്കിൽ then you don't have eternal life. ആ ജീവൻ ഇല്ലെങ്കിൽ then you don't have power to overcome sin. ആ ജീവൻ ഇല്ലെങ്കിൽ you don't have power to overcome temptation. ജീവൻ ഇല്ലെങ്കിൽ you don't have power to overcome Satan. So അതുകൊണ്ട് every Christian should come under this law. ഈ ഒരു നിയമം അല്ലാതെ വേറെ ഒരു നിയമമേ ഇല്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതമേ അല്ല. Don't copy that. Don't see them. Don't follow them. So നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ അടുത്തത് നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം.